ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്നത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലാണുള്ളത്. ഡിഫറെൻറ്റ് സെൽ യൂണിറ്റുകൾ, സെല്ലിൻ്റെ ഓരോ യൂണിറ്റും അതിൻ്റെ ഓരോ ഫങ്ഷനുകളും, ഉദാഹരണത്തിന് ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ പോലെയുള്ള ഓരോ സെല്ലിൻ്റെ യൂണിറ്റുകളും അതിൻ്റെ ഓരോ ഫങ്ഷനുകളുമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. You have learned that each living organism has many organs. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ ജീവികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ജീവികൾക്ക് വ്യത്യസ്തമായ അവയവങ്ങളുണ്ട്. ഈ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ ഫങ്ഷനുകളാണുള്ളത്. ഈ പോയിന്റ്സ് നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ദഹന വ്യവസ്ഥയിലെ അവയവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ദഹന വ്യവസ്ഥയിലുള്ള അവയവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ അവയവത്തിനും ഓരോ ഫങ്ഷനാണ്. നമ്മുടെ പല്ലെന്ന് പറയുമ്പോൾ അത് ഗ്രൈൻഡിങ് ആണ് അതിൻ്റെ ഫങ്ഷൻ. എന്ന് വെച്ചാൽ നമ്മളെ ഫുഡ് പാർട്ടിക്കിൾസിനെ ഡിവൈഡ് ചെയ്യുക, നമ്മൾ കടിച്ച് മുറിച്ച് ചവച്ചരച്ച് തിന്നണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വായിൽ വെച്ച് അതിനെ ഗ്രൈൻഡ് ചെയ്യുന്നു. പിന്നീട് അത് വയറിലെത്തുമ്പോൾ വയറിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പിന്നെ അതിനെ വീണ്ടും ഒരു ഡിവിഷൻ അവിടെ വെച്ച് നടക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ അവയവങ്ങൾക്ക് വ്യത്യസ്ത ഫങ്ഷൻ. നമ്മുടെ കൈ എന്ന് പറയുന്ന അവയവത്തിനുള്ള ഫങ്ഷൻ വേറെ ആയിരിക്കും, കാലിൻ്റെ ഫങ്ഷൻ വേറെ ആയിരിക്കും. ഈച്ച് ഓർഗൻസ് ഇൻ ദി സിസ്റ്റം പെർഫോംസ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സച്ച് ആസ് ഡൈജഷൻ, അസിമിലേഷൻ ആൻഡ് അബ്സോർപ്ഷൻ. ഓരോ അവയവങ്ങളും വ്യത്യസ്തമായ ഫങ്ഷനാണ്. സച്ച് ആസ് ഡൈജഷൻ, ദഹനം നടക്കുന്നത് പോലെ. പിന്നെ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ദഹനം നടന്നതിന് ശേഷം ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മുടെ ഓരോ സെല്ലുകളും അത് വലിച്ചെടുക്കുന്നുണ്ട്, ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അസിമിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സെല്ലുകളും അതിനെ വ്യത്യസ്തമായിട്ട് കറക്റ്റ് വിറ്റാമിൻസും മറ്റുമായിട്ട് അതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസും ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫങ്ഷൻസും ഓരോ അവയവങ്ങൾക്കുണ്ട്. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വാസോച്ഛ്വാസം, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയം, ഇതൊക്കെ വ്യത്യസ്തമായ അവയവങ്ങളാണ്. ഈ വ്യത്യസ്തമായ അവയവങ്ങൾ വ്യത്യസ്തമായ സെല്ലുകളെ കൊണ്ടാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് എ പ്ലാന്റ് പെർഫോം സ്പെസിഫിക് ഓർ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, റൂട്ട്സ് ഹെൽപ്പ് ഇൻ ദി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. പ്ലാന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിലുള്ള ഓരോ പ്ലാന്റ്സ് ഓർഗൻസ് ഏതൊക്കെയാണ്? ലീഫ്, റൂട്ട്, സ്റ്റെമ്മ്, ബ്രാഞ്ചസ്, ഇതൊക്കെ വ്യത്യസ്തമായ ഓർഗനാണ്. ഒരു പ്ലാന്റിൻ്റെ വ്യത്യസ്തമായ ഓർഗനാണ്. ഈ വ്യത്യസ്ത ഓർഗൻസിന് വ്യത്യസ്ത ഫങ്ഷനാണ്. ഉദാഹരണത്തിന് റൂട്ട്, അതിൻ്റെ വേരുകളുടെ ധർമ്മം എന്താണ്? അതിനെ വെള്ളം വലിച്ചെടുത്ത് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വലിയ പടുവൃക്ഷങ്ങളിൽ പോലും അടിഭാഗത്തു നിന്നും വെള്ളം ഏറ്റവും മുകളിലോട്ട് എത്തുന്നുണ്ട്. ഒരു കരണ്ടോ ഒരു മോട്ടറോ ഒന്നുമില്ലാതെ ഇത്രയും മുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അവയവത്തിന് വ്യത്യസ്ത ഫങ്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ജീവി നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈ സെല്ല്. സെല്ലിനെ കൊണ്ടാണ് ഒരു ജീവിയെ ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാനപരമായ യൂണിറ്റ്. ഈ ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ടിഷ്യൂ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ് ടിഷ്യൂസ്. എ ടിഷ്യൂ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് പെർഫോമിങ് എ സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ ഒരേപോലെയുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ്, അതിൻ്റെ ഒരു കൂട്ടത്തെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഗ്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ, ഒരേപോലെയുള്ള സെൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലോങ്ങേറ്റഡ് സെല്ല്, റൗണ്ട് ഷേപ്പ്ഡ് അല്ല സ്ഫെറിക്കൽ ഷേപ്പ്ഡ് സെല്ല്, അങ്ങനെ പല സെല്ലുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരേപോലെയുള്ള സെല്ലുകളുടെ ഒരു കൂട്ടത്തെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഈച്ച് ഓർഗൻ ഈസ് ഫർദർ മേഡപ്പ് ഓഫ് സ്മോളർ പാർട്സ് കോൾഡ് ടിഷ്യൂസ്. ഇത് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതിക്കോ. എന്താണ് ഈ ഓർഗൻ എന്ന് പറയുന്നത്? എന്താണ്? ഓരോ അവയവങ്ങളും ഒരുപാട് ടിഷ്യൂകളുടെ കൂട്ടം ടിഷ്യൂസിൻ്റെ ഗ്രൂപ്പാണ് ഓർഗനായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ഗ്രൂപ്പ് ഓഫ് സെൽസിനെ, അതിൻ്റെ കൂട്ടത്തെ സിമിലർ സെൽസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് എന്താ പറയുക? ടിഷ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ടിഷ്യൂകൾ കൂടി ചേർന്നിട്ട് ഒരു ഓർഗൻ രൂപപ്പെട്ടു. ഓക്കെ.
ഇനി പാർട്സ് ഓഫ് എ സെൽ, സെല്ലിൻ്റെ പാർട്സുകൾ. സെൽ മെംബ്രെയിൻ നമുക്കത് പഠിക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് സെല്ലിൻ്റെ ഏതൊക്കെ സെല്ലുകളെന്ന് കാണാം. ഇത് ഉള്ളിത്തൊലിയുടെ സെല്ല് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഉള്ളിത്തൊലിയുടെ സെല്ല്. ഇതിൽ നടുക്ക് മധ്യഭാഗത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇതിൻ്റെ ഓരോ ബോർഡർ കാണുന്നുണ്ട്. ഈ ഓരോ ബോർഡറും എന്താണ്? സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ എന്നാണ് ഇതിനെ വിളിക്കുക, ഓരോ സെല്ലിൻ്റെയും മെംബ്രെയിൻ. ഇതിൻ്റെ ഇടയിൽ സൈറ്റോപ്ലാസം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ന്യൂക്ലിയസിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇവിടെ ജെല്ലി-ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഇനി ഇതാണ് ഉള്ളിത്തൊലി. ഇതൊരു പ്ലാന്റ് സെല്ലാണ്. ഇനി ഒരു ആനിമൽ സെല്ല് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്? നമുക്ക് ഈ ഒരു സെല്ല് നോക്കാം. ഇത് നമ്മുടെ ഹ്യൂമൻ ചീക്ക് സെല്ലാണ്. നമ്മുടെ കവിളിലുള്ള സെല്ലാണ്. നമ്മുടെ കവിളിലെ സെല്ല് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മൈക്രോസ്കോപ്പിലൂടെ നമ്മുടെ കവിളിലുള്ള വായയുടെ ഉൾഭാഗത്ത് നിന്ന് പരണ്ടിയെടുക്കുന്ന സെല്ല് ഇങ്ങനെയാണ് കാണുക. അവിടെ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. സെൻട്രൽ ഒരു ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ആ ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. അതാണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓരോ സെല്ലിനെയും വേർതിരിച്ച് നിർത്താനുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. അതാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയിൽ എന്തുണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് സെല്ലിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചും പഠിക്കാം. ഓക്കെ. ഫസ്റ്റിലത്തെ സെൽ പാർട്ട് ഏതാണ്? സെൽ മെംബ്രെയിൻ. The basic components of cells are cell membrane, cytoplasm and nucleus. ഇതൊക്കെ ഒരു പോയിൻ്റാണ് കേട്ടോ. ഏത്? ഈ ആദ്യത്തെ രണ്ട് വരി കളർ കൊടുത്തപ്പോൾ അത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇത് ഒരു പോയിൻ്റാണ്. The basic components of a cell are cell membrane, cytoplasm and nucleus. അടിസ്ഥാനപരമായ സെല്ലിൻ്റെ കമ്പോണൻ്റ് ഏതൊക്കെയാണ്? ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം എന്നിവയൊക്കെയാണ്. The cytoplasm and nucleus are enclosed within the membrane, also called the plasma membrane. സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആ മധ്യഭാഗത്തുള്ള വലിയ ഗ്യാപ്പ്, അതേപോലെ തന്നെ ന്യൂക്ലിയസ്, ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മെംബ്രെയിനാണ് എന്ത്? ബൗണ്ടറിയാണ് സെൽ മെംബ്രെയിൻ. അതിനെന്ത് പേരുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പേര് കൂടിയുണ്ട്. സെൽ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. The membrane separates cell from one another and also the cell from the surrounding medium. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ. സെൽ മെംബ്രെയിൻ സെപ്പറേറ്റ് സെൽ ഫ്രം വൺ അനദർ. ഒരു സെല്ലിനെ മറ്റൊരു സെല്ലിലായിട്ട് വേർതിരിച്ച് നിർത്തുന്നത് ഈ സെൽ മെംബ്രെയിൻ ആണ്. ഓൾസോ സെൽ ഫ്രം ദി സറൗണ്ടിങ് മീഡിയം. പുറമേയുള്ള മീഡിയത്തിൽ നിന്നും അതിനെ വേർതിരിച്ച് നിർത്തുന്നതും ഈ സെൽ മെംബ്രെയിൻ തന്നെയാണ്. The plasma membrane is porous and allows the movement of substance or materials both inwards and outwards. മുകളിൽ നിന്നുള്ളതിൻ്റെ ബാക്കി ഇതാണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്താണ്? പോറസ് ആണ്. അതിന് ഒരുപാട് സുഷിരങ്ങളുണ്ട്. allows the movement of substance or material both inward and outward. ഈ സെല്ലിൻ്റെ പുറത്തേക്ക് മെറ്റീരിയൽസ് പോകാനും പുറമേയുള്ള മെറ്റീരിയൽസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് വരാനും, കാരണം സെല്ലിലേക്ക് ഒരുപാട് ആവശ്യമായ വസ്തുക്കൾ പുറമേ നിന്ന് വരാനുണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതിൻ്റെ പോക്കുവരവിനൊക്കെ സഹായിക്കുന്നത് ഈ സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ. ദി ബൗണ്ടറി ഓഫ് ദി ഒനിയൻ സെൽ ഈസ് ദി സെൽ മെംബ്രെയിൻ കവേർഡ് ബൈ അനദർ തിക്ക് കവറിങ് കോൾഡ് സെൽ വാൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാന്റ് സെല്ലിൽ ഈ സെൽ മെംബ്രെയിൻ്റെ പുറത്ത് വേറൊരു വാള് കൂടിയുണ്ട്. ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. അത് പ്ലാന്റ് സെല്ലിലും അതേപോലെ തന്നെ ചില ബാക്ടീരിയകളിലും മാത്രമേ അതുള്ളൂ. ആനിമൽ സെല്ലിൽ സെൽ വാളില്ല. അപ്പോൾ സെൽ വാളിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിന് സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷനൊക്കെ സെൽ വാൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച ഓർമ്മ ഉണ്ടോ? അപ്പോൾ ബൗണ്ടറി ഓഫ് ഒനിയൻ സെൽ ഈസ് ദി സെൽ മെംബ്രെയിൻ കവേർഡ് ബൈ അനദർ തിക്ക് കവറിങ്. ഒനിയൻ സെല്ലിൻ്റെ ഈ ഒരു സെൽ മെംബ്രെയിന് പുറത്ത് ഒരു കവറിങ് കൂടിയുണ്ട്. അതിനെയാണ് സെൽ വാൾ എന്ന് വിളിക്കുന്നത്. ദി സെൻട്രൽ ഡെൻസ് സറൗണ്ട് ബോഡി ഇൻ ദീസ്
സെൻറ്റർ ഈസ് കോൾഡ് ന്യൂക്ലിയസ്. എന്താണ് ന്യൂക്ലിയസ്? മധ്യഭാഗത്തുള്ള ഡെൻസ്, മധ്യഭാഗത്ത് ഈ കട്ടി കൂടിയ രൂപത്തിൽ കാണുന്ന ഒരു എന്താണ്, ഇതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ദി ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ദി സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, ജെല്ല് പോലെയുള്ള സബ്സ്റ്റൻസ് ആണ് എന്ത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ വെറും ഗ്യാപ്പാണെന്ന് വിചാരിക്കരുത്. നമ്മളൊരു നല്ലൊരു വെൽ ഡെവലപ്ഡ് സെല്ലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു ആനിമൽ സെല്ലാണ്. ഇതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ വലിയ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളാണ്. കറക്റ്റ് നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. ഇത് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ഗോൾഗി വെസിക്കിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ്, സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, റൈബോസോം, അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഇതിലുണ്ട്. ഇതൊക്കെ എവിടെയാണുള്ളത്? ഈ സെൽ മെംബ്രെയിൻ്റെ അകത്താണ് ഏകദേശം ഇതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. വലിയൊരു ഗ്യാപ്പാണ് ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് സെൽ നീഡ്സ്. എന്താണ് സെൽ വാളിൻ്റെ ഫങ്ഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ അഡീഷൻ സെൽ മെംബ്രെയിൻ ദർ ഈസ് ഔട്ടർ തിക്ക് ലെയർ ഇൻ സെൽസ് ഓഫ് പ്ലാന്റ്സ് കോൾഡ് സെൽ വാൾ. ഇതാണ് സെൽ വാളിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ. ഇൻ അഡീഷൻ ടു ദി സെൽ മെംബ്രെയിൻ there is an outer thick layer in cell of plants called cell wall. അതിനാണ് സെൽ മെംബ്രെയിന് പുറത്തുള്ള ഒരു തിക്ക് ലെയറിനെയാണ് എന്ത് പറയുക? കട്ടി കൂടിയ ലെയറിനെയാണ് സെൽ വാൾ എന്ന് പറയുക. ദിസ് അഡീഷണൽ ലെയർ സറൗണ്ടിങ് ദി സെൽ മെംബ്രെയിൻ ഈസ് റിക്വയർഡ് ബൈ ദി പ്ലാന്റ്സ് ഫോർ പ്രൊട്ടക്ഷൻ. പ്ലാന്റ്സിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ സെൽ വാൾ നിർവഹിക്കുന്നത്. നമുക്ക് ഒരു ചൂട് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂടുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കും, അല്ലെങ്കിൽ കൊടുങ്കാറ്റടിക്കുന്നതാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി മാറി നിൽക്കും. പക്ഷേ പ്ലാന്റ്സിന് അങ്ങനെ മാറി നിൽക്കാനോ മൂവ്മെൻറ്റിനോ ഉള്ള കഴിവില്ല. അപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം, അതേപോലെ തന്നെ ഹൈ വിൻഡ് തുടങ്ങിയവയിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നത് ഈ സെൽ വാളാണ്. പ്ലാന്റ് സെൽ നീഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് വാരിയസ് ടെമ്പറേച്ചർ, ഹൈ വിൻഡ് സ്പീഡ്, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ എക്സെട്ര. നമ്മളിപ്പം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നത് പിന്നെ ഈ സെൽവാളിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ പ്ലാന്റ്സിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളൊരു ദൗത്യമാണ് സെൽവാൾ നിർവഹിക്കുന്നത്. ഇനി സൈറ്റോപ്ലാസം പഠിച്ചിട്ടുണ്ടാകും. സൈറ്റോപ്ലാസം is the jelly like substance present between the cell membrane and the nucleus. എഴുതിയിട്ടുണ്ട്. ന്യൂക്ലിയസിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയിലുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെയാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. വാരിയസ് അതർ കമ്പോണൻസ് ഓർ ഓർഗനൽസ് ഓഫ് സെൽസ് ആർ പ്രസൻറ്റ് ഇൻ ദി സൈറ്റോപ്ലാസം. മറ്റുള്ള സെല്ലിൻ്റെ കമ്പോണൻറ്റുകൾ, നമ്മൾ നേരത്തെ ചിത്രം കണ്ട പോലെ ഒരുപാട് കമ്പോണൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ആ കമ്പോണൻസ് ഒക്കെ എവിടെയുള്ളത്? സൈറ്റോപ്ലാസത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ കമ്പോണൻസിനെയും നമുക്ക് ഓർഗനൽസ് എന്ന് പറയാൻ പറ്റും. വാരിയസ് അതർ കമ്പോണൻസ് ഓർ ഓർഗനൽസ്. അപ്പം മറ്റുള്ള കമ്പോണൻസ് ഒക്കെ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ദീസ് ആർ മൈറ്റോകോൺട്രിയ. അത് ഏതൊക്കെയാണ് മറ്റുള്ള കമ്പോണൻറ്റുകൾ? മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, റൈബോസോം, ഗോൾഗി വെസിക്കിൾസ്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പോയിന്റ്, ന്യൂക്ലിയസ്. എന്താണ് ന്യൂക്ലിയസ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദിസ് ലിവിങ് സെൽ. ഒരു ലിവിങ് സെല്ലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ജനറലി സ്ഫെറിക്കൽ ആൻഡ് ലൊക്കേറ്റഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി സെൽ. ഇത് സ്ഫെറിക്കൽ ഷേപ്പാണ്, ഗോൾ ഷേപ്പിലാണുള്ളത്. അതേപോലെ തന്നെ ഗോളാകൃതിയിലാണ്. ലൊക്കേറ്റഡ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി സെൽ, ഒരു സെല്ലിൻ്റെ മധ്യഭാഗത്തായിരിക്കും ഇത് നിലകൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ ആപ്റ്റ് ആയിരിക്കും. ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി സൈറ്റോപ്ലാസം ബൈ എ മെംബ്രെയിൻ കോൾഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിനെ ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്താൻ ഇവിടെ ഒരു ചെറിയൊരു ബൗണ്ടറി ഉണ്ട്. അതിനെയാണ് എന്ത് പറയുക? ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. കണ്ടോ, ന്യൂക്ലിയർ മെംബ്രെയിൻ.
സെല്ലിനൊരു മെംബ്രെയിൻ ഉണ്ട്, അതേപോലത്തെ ന്യൂക്ലിയസിന് ഒരു മെംബ്രെയിൻ ഉണ്ട്. അതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ദിസ് മെംബ്രെയിൻ ഈസ് ഓൾസോ പോറസ് ആൻഡ് allows the movement of materials between the cytoplasm and the inside of the nucleus. ന്യൂക്ലിയസിൻ്റെ അകത്തിൽ നിന്നും സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് പുറത്തേക്ക് പോകുവാനും സൈറ്റോപ്ലാസത്തിലുള്ള മെറ്റീരിയൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് വരാനൊക്കെ സഹായിക്കുന്ന സുഷിരങ്ങളുള്ള ഒരു മെംബ്രെയിനാണ് ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. With a microscope of higher magnification, we can see smaller spherical body in the nucleus is called nucleolus. നമ്മൾ വലിയ ഒന്നുകൂടി വലുതാക്കി കാണാൻ പറ്റുന്ന ഹൈ മാഗ്നിഫിക്കേഷനുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? We can see a smaller spherical body in the nucleus. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സ്ഫെറിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ കാണാൻ കഴിയും. ഇറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോലസ് എന്ന് പറയും. ന്യൂക്ലിയോലസ് ഇതിൽ കാണുന്നില്ല. ഇതൊന്നും കൂടി വലുതാക്കിയിട്ട് വലിയ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഇതാ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചെറിയ സ്ഫെറിക്കൽ പാർട്ടിക്കിൾ കാണുന്നുണ്ട്. അതിനെയാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് കാണാൻ കഴിയും. In addition, nucleus contains thread-like structure called chromosome. ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നാര് പോലെയുള്ള ഒരുപാട് സ്ട്രക്ചറുകളുണ്ട്. വളരെ വലുതാക്കി കാണുന്ന മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. ആ ത്രെഡ്-ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോമസോം എന്ന് പറയുന്നത്. This carry genes and help inheritance or transfer of characters from the parents to the offspring. ഈ ജീനുകളുടെ ദൗത്യം എന്താണ്? നമ്മുടെ പാരൻസിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാരൻസിൽ നിന്നും അതിൻ്റെ സന്താനങ്ങളിലേക്ക്, ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞ സന്താനങ്ങളിലേക്ക് ജനിതകപരമായ പാരമ്പര്യ കൈമാറ്റങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ജീനുകൾ അടങ്ങിയിരിക്കുന്നത് ഈ ക്രോമസോമിലാണുള്ളത്. എന്താണ് പറഞ്ഞത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലൊരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചറുണ്ട്, നാല് പോലെയുള്ള സ്ട്രക്ചറുണ്ട്. അതിനെ നമുക്ക് ക്രോമസോം എന്ന് വിളിക്കാൻ പറ്റും. ഈ ക്രോമസോമിൽ ജീനുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ജീനുകൾ എന്താണ്? ഹെൽപ്പ് ഇൻ ഇൻഹെറിറ്റൻസ്, അതിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മുടെ പാരൻസിൻ്റെ അതേ ക്യാരക്ടർ മക്കൾക്ക് കിട്ടും. ചിലപ്പോൾ പാരൻസിൻ്റെ അതേ മുഖച്ഛായ അല്ലെങ്കിൽ അതേ സ്വഭാവം, അതേ കളറ്, ഇങ്ങനെയൊക്കെ വരുന്നത് ജീനുകളുടെ ഒരു ട്രാൻസ്ഫറാണ്. നമ്മൾ പാരമ്പര്യം എന്ന് പറയലില്ലേ, അതിൻ്റെ കൈമാറ്റങ്ങളൊക്കെ കോഡ് ചെയ്യപ്പെട്ട് വെച്ചിട്ടുള്ളത് ഈ ക്രോമസോമിലാണുള്ളത്. ഓക്കെ, ദി ക്രോമസോംസ് ക്യാൻ ബി സീൻ ഓൺലി വെൻ ദി സെൽ ഡിവിഷൻ. ഓരോ സെല്ലിൻ്റെ ഡിവിഷൻ നടക്കുമ്പോൾ, ഒരു സെല്ല് രണ്ടായി, അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്ത്, നമ്മൾ ഓരോ മിനിറ്റിൽ നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വലുതാകുന്നതോറും സെല്ലിൻ്റെ എണ്ണം നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സെല്ലിൻ്റെ ഡിവിഷനൊക്കെ നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ ക്രോമസോമിനെ വലിയ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് കാണാൻ കഴിയുള്ളൂ. Nucleus in addition to its role in inheritance act as control center of the activities of the cell. ഇങ്ങനെയൊക്കെ ഇൻഹെറിറ്റൻസ്, പാരമ്പര്യങ്ങളൊക്കെ കൈമാറ്റങ്ങൾക്കൊക്കെ ന്യൂക്ലിയസ് സഹായിക്കുന്നുണ്ടെങ്കിലും, ഇൻഹെറിറ്റൻസിൻ്റെ ട്രാൻസ്ഫറിനൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു ദൗത്യമുണ്ട്. എന്താണ്? കൺട്രോൾ സെൻറ്റർ ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി സെൽ. ഒരു സെല്ലിൻ്റെ മെയിൻ കൺട്രോളിങ് സെൻറ്ററാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു സ്ഥാപനത്തിൽ അതിൻ്റെ കൺട്രോളിങ് സെൻറ്ററിൽ ഓഫീസ് ഉണ്ടാകും. ആ ഓഫീസിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. എന്നതുപോലെ ഒരു സെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിങ് സെൻറ്റർ കൂടിയാണ് ന്യൂക്ലിയസ്. ദി എൻറ്റയർ കണ്ടന്റ് ഓഫ് എ ലിവിങ് സെൽ ഈസ് നോൺ ആസ് പ്രോട്ടോപ്ലാസം. ദി എൻറ്റയർ കണ്ടന്റ് ഓഫ് എ ലിവിങ് സെൽ, ഒരു ലിവിങ് സെല്ലിൻ്റെ മുഴുവൻ കണ്ടൻസിനെയും കൂടി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാൻ പറ്റും. ഇറ്റ് ഇൻക്ലൂഡ്സ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ഒക്കെ ഇതിൽ ഉൾപ്പെടും. സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെയും ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഇടയിലുള്ള ഭാഗത്തിന് മാത്രമാണ്. പക്ഷേ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടും? ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും അതിൻ്റെ അകത്തുള്ള എല്ലാ ഘടകങ്ങളും കൂടി ഉൾപ്പെടുത്ത കമ്പോണൻസിനെ നമുക്ക്
പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാം. പ്രോട്ടോപ്ലാസം ഈസ് കോൾഡ് ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് ദി സെൽ. അതിനെ ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് എ സെൽ? എക്സാമിന് ക്വസ്റ്റ്യൻ വരും. വാട്ട് ഈസ് ദി ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് എ സെൽ? എന്താണ്? പ്രോട്ടോപ്ലാസമാണ്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം? സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ ആണ്. പക്ഷേ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോൾ ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ഉൾപ്പെടെയുള്ള എൻ്റയർ കമ്പോണൻസ് ഓഫ് എ ലിവിങ് സെല്ലിനെ നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. പക്ഷേ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. വ്യത്യസ്ത കളറിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്ത പോയിന്റുകളാക്കി തന്നെ നോട്ട് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ മലയാളത്തിൽ ചെറുതായിട്ട് എഴുതി വെക്കാം. എക്സാമിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.